സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന് മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു തോൽവി, ഒരുപക്ഷെ ദയനീയമായൊരു തോൽവി എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവുമെല്ലാം ആർക്കും സ്ഥായിയായ ഭാവങ്ങളല്ല, അല്ലെങ്കിൽ സ്ഥായിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതല്ല. പരാജയം സംഭവിക്കുന്ന ആളുകൾക്ക് അടുത്ത തവണ വിജയം കിട്ടും. ഇത്തവണ വിജയിച്ചവർ പരാജയത്തിലേക്ക് നീങ്ങാം. ജനാധിപത്യ പ്രക്രിയയിൽ അത് അനിവാര്യമാണ് താനും. ഇവിടെ 2 വട്ടം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 2 വട്ടം കേരളം ഭരിച്ച പിണറായി വിജയൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 16-18 വർഷക്കാലത്തോളം CPM എന്ന പാർട്ടിയെയും 10 വർഷക്കാലം ആ CPM എന്ന പാർട്ടിയുടെ ഭരണത്തെയും കയ്യിലൊതുക്കി ഏകഛത്രാധിപതിയായി എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ ഭരിച്ചു പോകുമ്പോഴാണ് 2026 തെരഞ്ഞെടുപ്പ് കിട്ടുമ്പോൾ 3.0 ആവർത്തിച്ച് വീണ്ടും ഭരണത്തിൽ വരും എന്ന പ്രതീക്ഷയിലിരിക്കുമ്പോൾ അദ്ദേഹം പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേവലം 35 സീറ്റിലേക്ക് മാറുന്നത്. 102 സീറ്റിൻ്റെ ഏതാണ്ട് മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ UDF അധികാരത്തിൽ വരുന്നു. ഞാൻ പിയേഴ്സൺ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പിണറായി വിജയൻ എന്ന CPM നേതാവിനെയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്നതിനോ തിരുത്തുന്നതിനോ വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം മാത്രമാണ് കണ്ടു തുടങ്ങുന്നത്. അതായത് സ്വന്തം പക്ഷത്ത് നിലയുറപ്പിച്ചിരുന്നു എന്ന് പറയുന്ന കടുത്ത പിണറായി ആരാധകരായ വിശ്വാസികളായ ആളുകൾ പോലും ഈ പരാജയത്തിന് ശേഷം പിണറായി വിജയൻ എന്ന നേതാവിനെ കീറി വലിച്ച് വിമർശിക്കുന്ന കാഴ്ചയാണ്. ആരും വിമർശനത്തിന് അതീതരല്ല. എന്നാൽ എന്തുകൊണ്ടാണ് തിരുത്തേണ്ട സമയത്ത് തിരുത്താതെ ഇത്തരം വലിയ പരാജയം ഏറ്റുവാങ്ങിയ സന്ദർഭത്തിൽ മാത്രം ഒരു നേതാവിനെ ഇത്ര കണ്ട് വളഞ്ഞിട്ട് ഇവർ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ പുലർത്തിയിരുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ നിലപാടുകൾ സാഗൂതം നോക്കിക്കാണുകയും തൻ്റേതായ അഭിപ്രായം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള പിയേഴ്സൺ മാസ്റ്ററിനോട് ഈ കാര്യത്തിൽ എനിക്ക് ഉള്ള സംശയം ഇത് തന്നെയാണ്. നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം പഠിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിൽ അസാധാരണമായ രീതിയിൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിട്ടാണ് പിണറായി വിജയനെ നമ്മൾ വിലയിരുത്തേണ്ടത്. 15 വർഷക്കാലം അദ്ദേഹം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ പാർട്ടിയിൽ മാത്രമല്ല, പാർട്ടിക്ക് പുറത്ത് സർക്കാരിലും വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു പിണറായി വിജയൻ. കേരളത്തിൻ്റെ ഒരു ദിശാമാറ്റം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകളിലും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലും ഒരു ദിശാമാറ്റം തന്നെ സൃഷ്ടിച്ച വ്യക്തിയായിട്ടാണ് പിണറായി വിജയനെ കണക്കാക്കേണ്ടത്. കാരണം 1990കളിലാണ് ഇന്ത്യയിലേക്ക് ആഗോളവൽക്കരണം വരുന്നത്. ആഗോളവൽക്കരണത്തെ കൊണ്ടുവന്നത് നരസിംഹറാവും അതേപോലെ തന്നെ കോൺഗ്രസുമായിരുന്നു. അതിൻ്റെ മാറ്റങ്ങൾ പിന്നീട് നമ്മൾ തുടർന്ന് വന്ന സർക്കാരുകളിലൂടെ, മൻമോഹൻ സിംഗിലൂടെ ഒക്കെ വളരെ കൂടുതലായിട്ട് അനുഭവിച്ചവരാണ്. ആഗോളവൽക്കരണത്തെ തടയുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. കാരണം ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് 21ാം നൂറ്റാണ്ടിൻ്റെ ഒരു ചാലകശക്തി എന്ന നിലയ്ക്ക് തന്നെയാണ് ആഗോളവൽക്കരണ പ്രക്രിയയും നിയോ ലിബറൽ പോളിസികളെയും ഒക്കെ നമ്മൾ കണക്കാക്കേണ്ടത്. പക്ഷേ ആഗോളവൽക്കരണവും നിയോ ലിബറലിസവും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമായ രാഷ്ട്രീയ വിഭിന്നതയുടെ ഒരു പ്രശ്നമുണ്ട്. ഇടതുപക്ഷം എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്ന നിലപാടാണ് എടുക്കേണ്ടത്. ലോകത്താകമാനം തന്നെ ഇടതുപക്ഷം നിയോ ലിബറൽ പോളിസികൾക്കെതിരായിട്ട് നിൽക്കേണ്ടത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള സൂചനയാണ്. പക്ഷെ അങ്ങനെ നിൽക്കാനല്ല കേരളത്തിലെ പാർട്ടിയെ പിണറായി വിജയൻ പ്രാപ്തമാക്കിയത്. അവിടെയാണ് പിണറായി വിജയൻ എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ ചിന്തയിലും സ്വാധീനം ചെലുത്തിയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനകത്ത് ഈ നിയോ ലിബറൽ പോളിസിയെ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നവൽ ലിബറൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ രീതികളെ സ്വാംശീകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തത്. ഒരു പരിധിവരെ കേരളത്തിലെ മധ്യവർഗ സമൂഹത്തിന് അതിഷ്ടമായിരുന്നു. ശരിക്കും അതിഷ്ടമല്ല എന്ന് ഞാനിപ്പോഴും കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. വൻ വികസന കുതിപ്പുകളെക്കുറിച്ച് സ്വപ്നം കാണാൻ മലയാളിയെ പ്രേരിപ്പിക്കുന്ന ഒരു
ചിന്ത അതിനകത്തുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നം എന്താണ്? വൻ വികസന കുതിപ്പുകളൊക്കെ വരുന്ന സമയത്ത് ഇടതുപക്ഷം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വികസനം അതാരുടേത്, ആരുടെ ചെലവിൽ എന്നുള്ളത്. ആ ചോദ്യമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് CPM കേരളത്തിൽ ചോദിക്കാതെ പോയത്. അതുകൊണ്ട് പലയിടങ്ങളിലും ഈ വികസനത്തിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ കുന്നിടിച്ചിലിൻ്റെ ഒരു വാർത്ത വയനാട് വരുന്നു അല്ലേ? വയനാട് നിന്ന് വരുന്ന വാർത്തയാണ്. കുറച്ച് മനുഷ്യരൊക്കെ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല എൻ്റെ അങ്ങനെ തന്നെ പറയപ്പെടുന്നത്. അത് ആ കുന്നിടിച്ചിൽ എന്ന് പറയുന്നത് പ്രകൃതിയുടെ കുന്നിടിച്ചിലായിരുന്നില്ല. അത് അശാസ്ത്രീയമായ ഒരു വീക്ഷണത്തിൻ്റെ ഫലമാണ് എന്ന് പിയേഴ്സൺ മാഷ് വിശ്വസിക്കുന്നുണ്ടോ? വയനാട്ടിൽ നടന്ന ദുരന്തത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. അല്ല, ഞാനിതിനിടക്ക് പറഞ്ഞ് തീർക്കട്ടെ. അപ്പോൾ വയനാട്ടിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. ആ വാർത്ത വരുന്നത് നമ്മളുടെ ശ്രദ്ധ വേണ്ടത്ര എല്ലാ കാര്യങ്ങളും ഇല്ല. കാരണം മണ്ണ് ഒരുപാട് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്നു. മഴ വരുന്ന സമയത്ത് പ്രശ്നങ്ങളാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നീക്കാനായിട്ട് പറ്റുന്നില്ല. അത് നീക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഭരണകൂടങ്ങളുടെ വ്യത്യാസം. നേരത്തെ ഇടതുപക്ഷമായിരുന്നു, ഇപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമില്ല. കാരണം ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരാണ് സാധാരണ ചെയ്യുന്നത്. അവരൊന്നും ചെയ്യില്ല അവരെ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങൾ അനുഭവിച്ച് തീർക്കണം. ഞാനത് പറഞ്ഞുകൊണ്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, വലിയ വികസനം അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. കാരണം അവിടെ ഒരു തുരങ്കപാത വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വികസനങ്ങളെല്ലാം വരുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ കൺസേൺ, ഇടതുപക്ഷത്തിൻ്റെ ഉത്കണ്ഠ എന്ന് പറയുന്നത് ഇതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ആ ഉത്കണ്ഠകൾ കുറച്ചു കാലമായിട്ട് ഇടതുപക്ഷം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് രാഷ്ട്രീയമായിട്ടുണ്ടായ വലിയ മാറ്റം. ആ മാറ്റത്തിൻ്റെ ഫലമായിട്ട് വലിയ വികസനത്തിൻ്റെ മേഖലകളിലേക്ക് പോകാൻ വിഴിഞ്ഞം എല്ലാ സ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. അതിലൊക്കെ പിണറായി വിജയൻ്റെ ഒരു നേതൃത്വം എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ ആഗമനത്തിന് സഹായകരമായ രീതിയിലായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കേരളത്തെ സ്വാധീനിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് വീണ്ടും അദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടേക്കാം. 15 വർഷം പാർട്ടിയുടെ നേതൃത്വത്തിലിരുന്നു, 10 വർഷം സർക്കാരിലിരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം കേരളത്തിൻ്റെ ചിന്തകളെ തന്നെയാണ് പൊതുവെ മാറ്റിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷത്തിന് ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിഷ്ഠകളും അതേപോലെ തന്നെ മാർക്സിസം എന്ന് പറയുന്ന പാഠപുസ്തകത്തിൽ നിന്ന് അകന്നുപോയ അതിൻ്റെ പ്രവർത്തകരുടെ മനസ്സും, അതാണ് അതിന് സംഭവിച്ചത്. എന്നുവെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ മാർക്സിസമില്ല. നമ്മളെ പഴയ കാലത്തെ തേക്കൻകാട് മൈതാനം പോലെയാണ്. തേക്കില്ല. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമ്മളതങ്ങനെ കാണാതെ പോയിട്ട് കാര്യമില്ല. അല്ല സാർ, ഇപ്പോൾ ഈ സാറ് പറഞ്ഞതുപോലെ മാർക്സിസത്തിൽ ഇപ്പോൾ ഇവിടെ പ്രാബല്യമായിരിക്കുന്ന മാർക്സിസത്തിൽ മാർക്സിന് കാണുന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ ഭരണപരമായ കാര്യങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ ആ ഇടത് മനസ്സ് എവിടെയെങ്കിലും അങ്ങനെ അപഭ്രംശം പറ്റിയതായി സാറിന് തോന്നുന്നുണ്ട്? ഇപ്പോൾ മാർക്സിസിന് കാണാൻ അല്ല, നമ്മളിപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുമ്പോഴേ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഒരു സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഒപ്പം നിൽക്കുക എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കാനായിട്ട് CPMന് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ഘട്ടങ്ങളിൽ കേരളത്തിൽ എത്രയോ സ്ഥലത്ത് വികസനവുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ ഉയർന്നു. ആ സമരങ്ങളിലൊന്നും CPM ഉണ്ടായിരുന്നില്ല. ഇനി ഒരുപക്ഷെ സമരത്തിൻ്റെ മേഖലകളിലേക്ക് CPM വന്നേക്കാം. അല്ല, കീഴാറ്റൂർ പോലുള്ള സ്ഥലങ്ങളിൽ പാർട്ടിക്കെതിരെ പോലുള്ള സമരങ്ങൾ അവിടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷം നമ്മൾ കാണുകയുണ്ടായി. അല്ല, അതൊക്കെ ആളുകൾ അക്സെപ്റ്റഡ് ആയില്ലേ? അവിടെ വലിയ ഹൈവേ വന്നു, ആളുകൾ അതിനോടൊപ്പമായി. പാർട്ടിയൊപ്പമാണ്. പാർട്ടിക്കെതിരായിട്ട് നിന്നിരുന്നവർ തന്നെ അവർ യഥാർത്ഥത്തിൽ ആ വികസനം പൂർത്തീകരിച്ച സമയത്ത് ആ വികസനത്തിൻ്റെ കൂടെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വികസനം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും അതൊരിക്കലും നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ പാരിസ്ഥിതിക സംവിധാനങ്ങളെ, നമ്മുടെ ഇക്കോസിസ്റ്റത്തെ, ആവാസ വ്യവസ്ഥയെ തകർക്കും തരത്തിലാവാൻ പാടില്ല. അവയൊന്നും വെല്ലുവിളിച്ചുകൊണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത കാലത്ത് നമുക്കുണ്ടായിട്ടുള്ള പല ദുരന്തങ്ങളും. അല്ല, ദുരന്തങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം 21-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാരിസ്ഥിതിക രാഷ്ട്രീയമാണ്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടും പരിസ്ഥിതിക്കൊപ്പം നിന്നുകൊണ്ടും
മാത്രമേ മനുഷ്യന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ മാർക്സിസം വരുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം, അതായത് വ്യവസായ വിപ്ലവത്തിന് ശേഷം, ലോകത്ത് തൊഴിലാളി വർഗം വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു. ക്രൂരമായിട്ടുള്ള രീതിയിൽ അവർ ചൂഷണത്തിന് വിധേയമായി. ആ ചൂഷണത്തിനെതിരെ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയ്ക്ക് തന്നെയാണ് മാർക്സിസം വന്നത്. മാർക്സിസത്തിൻ്റെ ആ സാധ്യതകളെല്ലാം ഇപ്പോഴും അതിനകത്തുണ്ട്. ഇനിയും അത് തുടർന്നുകൊണ്ട് പോകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാർക്സിസത്തിൻ്റെ നന്മകളെയെല്ലാം കൂട്ടിയിണക്കി 21-ാം നൂറ്റാണ്ടിലെ ഈ ഇക്കോളജിക്കൽ ഫിലോസഫിയുമായി മാർക്സിസത്തെ ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ പാർട്ടി സജ്ജമാക്കിയാൽ മാത്രമാണ് പാർട്ടിക്കിനി മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് എക്കാലത്തും ഒരു ധാർമ്മികതയെ, ആ ധാർമ്മികത മുഴുവനും ഈ ഭരണകാലത്ത് നശിച്ച് പാർട്ടിക്കാരൊക്കെ അഴിമതിക്കാരാണ് എന്ന് പറയുന്ന മുദ്ര പേറേണ്ട ഗതികേടുണ്ടായി. ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ചില പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ അവലോകനങ്ങൾ നടക്കുമ്പോൾ പിണറായി വിജയനോട് അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന പല ആളുകളും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്നൊരു ടാഗ് ലൈൻ അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ആ ടാഗ് ലൈൻ വെച്ചിരുന്ന പോസ്റ്ററിൽ, ആ ഫ്ലക്സിൽ ഏറ്റവും വലുതാക്കി വെച്ചിരുന്നത് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ഒരു തല മാത്രമാണ്. അപ്പോൾ അതെല്ലാം പാർട്ടിയുടെ പരാജയത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പരാജയത്തിലേക്ക് നയിച്ചു എന്ന് പാർട്ടിയുടെ, പിണറായി വിജയനോട് അടുത്ത് നിന്ന് ചില ആളുകൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട അവലോകന യോഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ കതിരിൽ വളം വയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ സമയാസമയത്ത് അത് പ്രതികരിക്കാതെ അല്ലെങ്കിൽ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താതെ, ഉൾപാർട്ടി ജനാധിപത്യം പുലരുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പിന്നെ വരുന്നതിന് ഏത് തരത്തിൽ നമുക്കതിനെ നീതീകരിക്കാൻ സാധിക്കും? തിരുത്താൻ ഇവർക്ക് അക്കാലത്ത് കഴിയുമായിരുന്നില്ല. കാരണം ഇവർ ഒന്നില്ലെങ്കിൽ പിണറായി ഭക്തന്മാരായിരുന്നു, അല്ലെങ്കിൽ പിണറായിയെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. ഭയവും ഭക്തിയും ഒരിക്കലും ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന ഘടകമല്ല. അത്തരം ചില അപജയങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വേണം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ. അല്ല, അത്തരം അപകടങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത്. നമ്മളിതെല്ലാം പുറത്തു നിന്ന് പറയുമായിരുന്നു. പക്ഷേ പുറത്തു നിന്ന് പറയുന്ന ഒരാളുടെ വാക്ക് അകത്തുള്ളവരാരും കേൾക്കില്ല. കാരണം അവൻ ആരാണ്? പുറമ്പോക്കുകാരനാണ്. അതെ, ഒരു തിരുത്തൽ ശക്തിയായി കേൾക്കേണ്ട കാര്യമില്ല. അതാണ് പ്രശ്നം അല്ലേ? സാധാരണ രീതിയിൽ അവർ പറയുന്ന വാചകം ഇതായിരിക്കും: പട്ടികൾ കുരക്കട്ടെ, സ്വാർത്ഥവാഹക സംഘം മുന്നോട്ട്. അങ്ങനെയാണ് അവരിതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഗർത്തത്തിൽ വീഴുകയും ചെയ്തു. സാറ് പറഞ്ഞ 1-2 വാക്കുകൾ വളരെ പ്രസക്തം തന്നെയാണ്. ഇപ്പോൾ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കി. എങ്ങനെയാണ് തേക്കിൻകാട് മൈതാനത്തിൽ തേക്കില്ലാതിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ തേക്ക് കാണാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞതുപോലെ, മാർക്സിസത്തിൽ മാർക്സിനെ മാത്രം കാണാൻ സാധിക്കില്ല, മാർക്സിയൻ സിദ്ധാന്തങ്ങൾ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ഇന്നത്തെ ഇടത് മനസ്സുകൾക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ കൃത്യമായ ഇടത് രാഷ്ട്രീയം പിന്തുടരുന്ന ആളുകൾക്ക് നഷ്ടപ്പെടുന്നതും ഈ ഒരു ചിന്താഗതി തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. സർ, വളരെ നന്ദി. നമസ്കാരം.